വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അടിച്ചമർത്തപ്പെട്ടവരുടെ സമരഗാഥ എന്ന ഈ ഗ്രന്ഥം അസാധാരണ ജനുസിൽപ്പെട്ട ഒന്നാണ്. മാർക്സിയൻ തത്വശാസ്ത്രത്തോട് ആഭിമുഖ്യം പുലർത്തുകയും മാർക്സത്തെ നെഞ്ചോട് ചേർക്കുകയും ആ ആശയത്തെ ദീർഘവർഷങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തെമ്പാടും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ദേശീയ നേതാവായ ഒരാൾ മാർക്സിയൻ തത്വശാസ്ത്രത്തോടൊപ്പം ഭാരതം മുന്നോട്ട് വെച്ച അംബേദ്കറിൻ്റെ ആശയങ്ങളെ, അംബേദ്കറിസത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഗ്രന്ഥരചന നടത്തുക എന്ന അസാധാരണമായ രചന സമീപനമാണ് ഈ ഗ്രന്ഥം കൈയാളുന്നത്. ഒരുപക്ഷെ ഈ ഗ്രന്ഥത്തെ പുറത്തു വരുന്നതിന് മുൻപ് ഇങ്ങനെയൊന്ന് മലയാളത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. മാർക്സത്തെയും അംബേദ്കറുടെ ആശയങ്ങളെയും ചേർത്ത് വയ്ക്കുകയും മലയാളക്കരയുടെയും ഭാരതത്തിൻ്റെയും സാമൂഹിക ജീവിതത്തെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണുകയും ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പല ഘട്ടങ്ങളിലും അംബേദ്കർ കമ്മ്യൂണിസത്തോട് അല്ലെങ്കിൽ മാർക്സത്തോട് കലഹിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ കടിച്ചമർത്തപ്പെടുന്ന സാധാരണ മനുഷ്യൻ്റെയും പൊതുസമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെയും ധർമ്മസങ്കടങ്ങളെ ഏറ്റവും നന്നായി ആവിഷ്കരിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും അതിനുവേണ്ടി പടപൊരുതാനും തയ്യാറായ ആളാണ് മഹാനായ അംബേദ്കർ. അപ്പോൾ ആ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തെ പിന്തുടരുന്ന ആളുകൾക്ക് അംബേദ്കറുമായി നിരവധി സന്ദർഭങ്ങളിൽ യോജിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഇതൊരു വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. മാർക്സത്തെയും അംബേദ്കറിസത്തെയും എങ്ങനെയാണ് ചേർത്ത് വയ്ക്കുന്നത്, എങ്ങനെയാണ് ഇവയെ തമ്മിൽ സമരസപ്പെടുത്തുന്നത് എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് വളരെ കൃതഹസ്ഥതയോടെ ഈ എഴുത്തുകാരൻ ഈ രണ്ടു കാര്യങ്ങളെയും ചേർത്ത് വയ്ക്കുകയും ഭാരതത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഈ രണ്ട് തത്വശാസ്ത്രങ്ങളെയും ഒരുപോലെ കൊണ്ടുപോവുകയും അതിലൂടെ പുതിയ നിരീക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരുകയുമാണ് ഈ ഗ്രന്ഥത്തിലൂടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് വളരെ സവിശേഷ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ്. മാത്രമല്ല ഇത് രചിച്ചിരിക്കുന്നത് മറ്റൊരു എഴുത്തുകാരൻ, അകലെ നിന്ന് നിൽക്കുന്ന ഒരു എഴുത്തുകാരനല്ല, മാർക്സിസ്റ്റായ ഒരു എഴുത്തുകാരൻ മാർക്സിയൻ തത്വശാസ്ത്രത്തോടൊപ്പം അംബേദ്കറിസത്തെ ചേർത്ത് വയ്ക്കുന്നു എന്ന പ്രത്യേകതയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പ്രത്യേകതയായി എടുത്തു കാണിക്കേണ്ടത്. മറ്റൊന്ന്, ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭാവനയിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഗ്രന്ഥമല്ല ഇത്, വസ്തുതകളിൽ നിന്ന് രൂപപ്പെട്ട ഗ്രന്ഥമാണിത്. പൂർണ്ണമായും വസ്തുതകളെ ആശ്രയിച്ച് ഭാരതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും സർക്കാർ രേഖകളുടെയും പശ്ചാത്തലത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്കൊക്കെ പിന്നിൽ വലിയ രേഖകളുടെ ആധികാരികത നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എഴുത്തുകാരൻ്റെ ഭാവനയിൽ നിന്നൊരു കൃതി എഴുതുന്നതും രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു ചരിത്രഗ്രന്ഥം ഉണ്ടാക്കുന്നതും രണ്ടും വ്യത്യസ്തമാണ്. എല്ലാ രേഖകളുടെയും അടിസ്ഥാനത്തിൽ പുതിയ നിരീക്ഷണങ്ങളിലേക്ക് എത്തുക എന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. അപ്പോൾ ആ തരത്തിൽ ഇതൊരു പഠന ഗ്രന്ഥമായി നിൽക്കുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത. ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, രണ്ട് തത്വശാസ്ത്രങ്ങളെ ചേർത്ത് വയ്ക്കുക എന്ന താത്വികമായ ഒരു പ്രവർത്തനം തുടക്കത്തിൽ വയ്ക്കുന്നു. രണ്ടാമത് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു ചരിത്രഗ്രന്ഥമായി ഇതിനെ അവതരിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രത്യേകത, ഇത് ഒരു നോവൽ പോലെ വായിച്ചു പോകാവുന്ന തരത്തിൽ അയത്നലളിതമായി വായിച്ചു പോകാവുന്ന ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് മൂന്നാമത്തെ പ്രത്യേകത. അത് സാധാരണഗതിയിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ തത്വശാസ്ത്രപരമായ ഗ്രന്ഥങ്ങൾ വായിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ രണ്ട് തരത്തിലുള്ള ഗ്രന്ഥങ്ങൾക്കും ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫിക്ഷൻ വായിക്കുന്നത് പോലെ നമുക്ക് വായിച്ചു പോകാവുന്ന തരത്തിലാണ് ഗ്രന്ഥത്തെ ഭാഷാപരമായി സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന നിരവധി പേജുകളൊന്നുമില്ല, വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ, 56 പേജുകളേ ഉള്ളൂ. ഈ 56 പേജുകളിലൂടെ വലിയ ആശയങ്ങളെ വളരെ സമർത്ഥമായി ലളിതമായ ഭാഷയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നത് നല്ല കൈയടക്കമുള്ള ഒരാളിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ സാങ്കേതിക പദങ്ങൾ വന്നു കയറും. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളും തത്വശാസ്ത്രപരമായ കാര്യങ്ങളും മാർക്സിസവും അംബേദ്കറിസവും ഒക്കെ പറയുമ്പോൾ അതിൻ്റെ ടേംസിൻ്റെ സാങ്കേതികമായ പദങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടുകൂടി മലയാളത്തിലെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിലേക്ക് ആ പദാവലിയെയൊക്കെ മലയാളീകരിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത് സാധാരണ മനുഷ്യർക്ക്
മനുഷ്യർക്ക്, ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് ഉൾപ്പെടെ ഇത് മനസ്സിലാക്കാൻ കഴിയണമെന്നതുകൊണ്ടാണ്. ആരാണ് ഇതിൽ വളരെ കൃത്യമായി ദളിതരാരാണ് എന്നൊക്കെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. മനുസ്മൃതിയൊക്കെ കോട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം അതിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു. ദളിതർ ആരാണ്, സങ്കടപ്പെരുതവൻ, അതുകൊണ്ടാണെങ്കിൽ തലക്കെട്ട് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. അടിച്ചമർത്തപ്പെട്ട ഒരു സമരഗാഥ. അദ്ദേഹം പറയുന്നു ദളിതർ എന്ന് പറഞ്ഞാൽ അവർ അടിച്ചമർത്തപ്പെട്ടവരാണ്, എല്ലാ കാലത്തും അടിച്ചമർത്തപ്പെട്ടവരാണ്. മനുസ്മൃതിയുടെ കാലം മുതൽ ഏറ്റവും പുതിയ ആധുനിക കാലം വരെ അടിച്ചമർത്തപ്പെട്ടവരാണ് ദളിതർ എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം, ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് ഏറ്റവും പ്രത്യേകതയായി തോന്നിയൊരു കാര്യം, ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുന്നു. മനുസ്മൃതിയുടെ കാലഘട്ടം എത്രയോ അപ്പുറത്തുള്ള കാലഘട്ടമാണ്. അന്ന് പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും നിരന്തരമായി പീഡനം അനുഭവിക്കുകയും എപ്പോഴും സവർണർക്ക് മീഡിൽ അടിമയായി കഴിയുകയും ചെയ്ത സമൂഹം 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ എങ്ങനെ എത്തിയിരിക്കുന്നു, എങ്ങനെ നിൽക്കുന്നു എന്ന കാര്യം അദ്ദേഹം അനലൈസ് ചെയ്യുന്നു. സാധാരണ നമ്മൾ പഴയ കാര്യം പറഞ്ഞ് പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്ന പുതിയ കാലത്ത് ഈ അടിച്ചമർത്തപ്പെട്ടവരായിട്ടുള്ള ഈ ദളിതരായിട്ടുള്ള ആളുകളുടെ വർത്തമാനകാലത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇന്ന് ഈ പുതിയ സർവേയിലൊക്കെ എങ്ങനെയാണ് ഇവരെ കാണുന്നത്, ഇവർ എങ്ങനെയാണ്, ഈ ഒരു സമൂഹം എങ്ങനെയാണെന്ന് നിലകൊള്ളുന്നത് എന്ന് അദ്ദേഹം പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പഠനത്തിലാണ് നാം ഞെട്ടിപ്പോകുന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. കാരണം ഇന്നും ഭാരതത്തിൻ്റെ പൊതുസമൂഹത്തിൽ 16% ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുകയും, ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുന്ന ഈ ദിവസവും നിശ്ചയമായിട്ടും നമ്മുടെ കണക്കുകൾ പ്രകാരം 3 പെൺകുട്ടികളെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ്. ദളിത് പെൺകുട്ടികളെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നു എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ആധുനിക കാലത്ത് നമുക്ക് ജീവിച്ചിരിക്കാൻ അർഹതയുണ്ടോ എന്ന കാര്യം പോലും ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് അഭിമാനത്തോടെ തലയുയർത്തി പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഭാരതത്തിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം ഈ കാര്യത്തിൽ ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏറ്റവും പുതിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ നിമിഷവും ദളിതരായുള്ള ആളുകൾ, ദളിതരായ പെൺകുട്ടികൾ അവഹേളിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമ്മൾ ആധുനിക സമൂഹമാണ്, നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളർന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് എന്തർത്ഥമുണ്ട് എന്ന ചോദ്യം ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു. പുസ്തക പാരായണത്തിന് ശേഷം നമ്മളെ ഹാണ്ട് ചെയ്യുന്ന, നമ്മളെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്നും ഈ നിമിഷത്തിലും ഇത് സംഭവിക്കുന്നു എന്നത് ഒരിക്കലും അഭിമാനകരമായ ഒന്നല്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ ആധുനിക സമൂഹത്തിൽ ഇപ്പോഴും ദളിതരായ ആളുകൾ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നത്, അവർ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നത് ആധുനിക കാലത്ത് ഒരിക്കലും അഭിമാനകരമായ കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഭരണഘടനയുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ, അതും അദ്ദേഹം എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്, 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് എന്ത് അഭിമാനമാണ് ഈ തരത്തിൽ ഏറ്റവും ഡൗൺഡൗണായിട്ടുള്ള, ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും മണ്ണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരോട് നമ്മൾ എന്താണ് കാണിക്കുന്നത് എന്ന കാര്യം ഇതിൽ വളരെ സവിശേഷമായി സൂചിപ്പിച്ചു പോന്നു. ഞാനീ പറഞ്ഞതൊക്കെ ദീർഘമായുള്ള പ്രബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള കാരണങ്ങളാണ്, വിഷയങ്ങളാണ്. പക്ഷേ അത് അദ്ദേഹം 1-2 വാചകങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഈ പൊതുസമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് എന്ത് നീതിയാണ് നമ്മൾ നൽകുന്നത് എന്ന ഒറ്റ വാചകത്തിലൂടെ അദ്ദേഹം നമ്മളെ നിരന്തരമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ പുസ്തകം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കട്ടെ, ഈ പുസ്തകം നമ്മളെ നിശ്ചയമായിട്ടും സമാധാനപ്പെടുത്തുകയില്ല. ഈ ഗ്രന്ഥത്തിൻ്റെ പാരായണത്തിന് ശേഷം നമുക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയുകയില്ല. ഈ ഗ്രന്ഥത്തിൻ്റെ പാരായണത്തിന് ശേഷം നമുക്ക് സുഖമായി കിടന്നുറങ്ങാൻ കഴിയുകയില്ല. ഈ ഗ്രന്ഥത്തിൻ്റെ പാരായണ ശേഷം നമുക്ക് അഭിമാനത്തോടെ വള്ളത്തോൾ പറഞ്ഞ പോലെ ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധ്യമാവുകയില്ല എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും ഉത്കൃഷ്ടമായ പുസ്തകങ്ങൾ, ഏറ്റവും മികച്ച പുസ്തകങ്ങൾ, ഏറ്റവും നിലവാരമുള്ള പുസ്തകങ്ങൾ ഒരിക്കലും മനുഷ്യനെ സുഖമായിരിക്കുവാൻ അനുവദിക്കുന്നില്ല, അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു എന്ന സാഹിത്യത്തിൻ്റെയും രചനയുടെയും വായനയുടെയും തത്വം കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഈ അടിച്ചമർത്തപ്പെട്ട സമരഗാഥ എന്ന ഗ്രന്ഥം ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് വളരെ നന്നാകുമെന്ന് കരുതുന്നു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ വിഷയത്തെക്കുറിച്ചുള്ള സ്വന്തമായ നിരീക്ഷണങ്ങളുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും. എങ്കിലും വർത്തമാനകാലം നാം അംബേദ്കറെ വീണ്ടും വീണ്ടും ഓർക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ അംബേദ്കറെ ആഘോഷിക്കുക മാത്രമല്ല, അംബേദ്കർ പറഞ്ഞ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനും അതനുസരിച്ച് നമ്മുടെ സമൂഹത്തെ മാറ്റുവാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും മനുസ്മൃതിയുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹമായി അധപ്പതിച്ചു പോകും എന്നതാണ് സത്യം. അത്തരമൊരു യാഥാർത്ഥ്യത്തെ, നമ്മുടെ മുന്നിലുള്ള ഏറ്റവും തീക്ഷ്ണമായ ഒരു യാഥാർത്ഥ്യത്തെ അടയാളപ്പെടുത്തുന്ന ഈ ഗ്രന്ഥം നിശ്ചയമായിട്ടും എല്ലാവരും വായിക്കുകയും ഇത് ഏറ്റെടുക്കുകയും ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ പ്രവർത്തിപ്പിക്കുകയും ആശയങ്ങളോടൊപ്പം പോവുകയും ആശയങ്ങളെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശക്തമായി നിലകൊള്ളുകയും വേണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം ചർച്ചയ്ക്കായി ഇവിടെ സമർപ്പിക്കുന്നു. ബഹുമാനനായ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, അദ്ദേഹം നല്ല വായനക്കാരനായ ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് വർത്തമാനം പറയുന്നതിനായി ഇവിടുത്തെ ഈ ചർച്ച തുടങ്ങി വയ്ക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള ബഹുമാനായ ശ്രീ സി ദിവാകരൻ, അതുപോലെ തന്നെ പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ MD, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ,
അടിച്ചമർത്തപ്പെട്ടവരുടെ ഗാഥ, സമരഗാഥ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചനയാണ് ഈ പുസ്തകം. ഞാനത് 2 പ്രാവശ്യം അത് വായിച്ചു. വായിക്കും തോറും കൂടുതൽ കൂടുതൽ അറിയണമെന്നുള്ള മോഹത്താൽ വീണ്ടും വീണ്ടും വായിക്കും. കാരണം ഇതൊരു ചരിത്ര ഗ്രന്ഥമാണ്. ശ്രീ വള്ളിക്കാവ് മോഹൻദാസ് പറഞ്ഞ പോലെ ഇതൊരു കഥയോ നോവലോ അല്ല. കഥയും നോവലും ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാവനയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇത് ശരിക്കും ആധികാരികമായി ഒരു ഗവേഷണ ഗ്രന്ഥമെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാര്യം എല്ലാ രേഖകളും പരിശോധിച്ച് ഓരോ കാലഘട്ടത്തിലും അടിച്ചമർത്തപ്പെട്ടവർ നേരിട്ട പ്രശ്നങ്ങളും അവർ എടുത്ത പോരാട്ടങ്ങളും ഇന്ത്യൻ ഭരണഘടന അടിച്ചമർത്തപ്പെട്ടവർക്ക് നൽകുന്ന സംരക്ഷണവും വളരെ നന്നായിട്ട് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഓരോ ഉള്ളടക്കവും പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വാങ്ങി വായിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം വാങ്ങി വായിക്കണം. ഞാനിപ്പോൾ പറയുമായിരുന്നു, MLA മാരുടെ ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകം ഇത് വാങ്ങിക്കണം എന്നുള്ളതാണ് ആവശ്യം. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണിന്ന്. ഇത് നമ്മുടെ രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ നിലനിന്ന ജാതി വ്യവസ്ഥയും അതിനെതിരായി നടന്ന പോരാട്ടവും സൂചിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്. നമുക്കറിയാം, ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമാണ്. 14-ാം നൂറ്റാണ്ടും 15-ാം നൂറ്റാണ്ടും 16-ാം നൂറ്റാണ്ടും എല്ലാം. ആ ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ട കാലത്താണ് ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ, അവർക്ക് പൊതുനിരത്തിൽ സഞ്ചരിക്കാൻ അവകാശമില്ലായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമില്ലായിരുന്നു. ആരാധന നടത്താനുള്ള അവകാശമില്ലായിരുന്നു. അപ്പോൾ അതിനൊക്കെ എതിരായി നടന്ന പോരാട്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഭരണഘടന നമുക്ക് നൽകുന്ന സംരക്ഷണം, അതെല്ലാം വളരെ വിശദമായി ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായി. 1947-ലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1950-ൽ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി, ഭരണഘടന നിലവിൽ വന്നു. 1948-ലാണ് ഡോക്ടർ BR അംബേദ്കറെ ഇന്ത്യൻ ഭരണഘടനാ സമിതിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡോക്ടർ BR അംബേദ്കർ ഈ ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം ജാതി പിശാചുക്കളാണ്. അതിനെ നിഗ്രഹിക്കാതെ നിങ്ങളുടെ രാഷ്ട്രീയ പരിഷ്കരണം നടത്താനാവില്ല എന്ന് ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഇന്നും നമ്മുടെ രാജ്യത്ത് പ്രസക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ്. പഴയ ചരിത്രവും ഇന്നത്തെ ചരിത്രവും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അന്നും ഇന്നും ഒരേ സാഹചര്യമാണുള്ളത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും
സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള അനുഭവം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള അനുഭവം, രാജ്യത്ത് ഭരണഘടന നിലയിൽ വന്നിട്ടുള്ള സാഹചര്യം, അതെല്ലാം ഈ പുസ്തകത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ദളിതർ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും, അന്ന് ആണെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യാനേ കഴിയില്ലായിരുന്നു. നമുക്കറിയാം, അതിനാണ് തിരുവനന്തപുരത്ത് തന്നെ വെങ്ങാനൂരിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലത്തിലെ സ്കൂളിൽ പഞ്ചമി എന്ന കുട്ടിയെ കൊണ്ടുപോയപ്പോൾ ഉണ്ടായ അനുഭവം. അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഇന്നും അതേ സ്ഥിതിയുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാം നേരിടുന്ന, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതും ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരനുഭവിച്ച പ്രയാസങ്ങൾ, വിദ്യാഭ്യാസം ചെയ്യാൻ, വിദ്യാഭ്യാസം നേടാൻ, വിദ്യാഭ്യാസം ലഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നടന്ന പ്രക്ഷോഭങ്ങളെല്ലാം ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ പരിശോധിക്കൂ, ആഗോളവൽക്കരണം. ആ ആഗോളവൽക്കരണം എങ്ങനെ ബാധിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ, ദളിതരെ? അതിൽ ഏറ്റവും പ്രധാനമാണ് തൊഴിൽ. തൊഴിൽ മൗലിക അവകാശമാണ് ഭരണഘടനയുടെ ഭാഗമായി. പക്ഷേ ആ മൗലിക അവകാശം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. ഭരണഘടനയിൽ ഡോക്ടർ അംബേദ്കർ തൊഴിൽ മൗലിക അവകാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മൗലിക അവകാശം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. കാരണം ഇന്ന് ആഗോളവൽക്കരണവും കമ്പോളവൽക്കരണവും ഉദാരവൽക്കരണവും വന്നപ്പോൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് പോയി. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് പോയപ്പോൾ അവിടെ സംവരണമില്ലാതായി. അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദളിതർ, അവർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന സംവരണം ഈ ആഗോളവൽക്കരണത്തിൻ്റെയും കമ്പോളവൽക്കരണത്തിൻ്റെ ഫലമായി ഇല്ലാതായി എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ സഹിതം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. അത് പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ചു. നമ്മുടെ എയർപോർട്ട്, ഷിപ്പിംഗ് കോർപ്പറേഷൻ, LIC, GIC, അങ്ങനെ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിച്ചു. കാർഷിക മേഖലയും സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിലാണ്. ആ കാർഷിക മേഖല സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് വന്നപ്പോൾ കർഷക തൊഴിലാളിക്ക് ജോലിയില്ലാതായി. എന്നുവെച്ചാൽ കൃഷിഭൂമി കുത്തക മുതലാളിമാരുടെ കയ്യിലാണ്. ഉൽപ്പാദകരും സംഭരിക്കുന്നയാളും വിതരണം ചെയ്യുന്നയാളും വിപണനം ചെയ്യുന്നയാളും ഒരാളായി മാറി. അപ്പോൾ ഇത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. അത് ഈ മേഖലയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദളിതർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അവരുടെ തൊഴിൽ ഇല്ലായ്മ വർദ്ധിച്ചു. ഞാനൊരു ദീർഘമായ പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. കാര്യം എല്ലാം ഒന്നൊന്നായി എടുത്ത് പറയുമ്പോൾ പിന്നെ നിങ്ങൾ പുസ്തകം വായിച്ച അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ ഈ തൊഴിലില്ലായ്മ, ഈ ആഗോളവൽക്കരണവും കമ്പോളവൽക്കരണവും ഉദാരവൽക്കരണവും വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ദളിതരെയാണ്, ആദിവാസികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. അതും കണക്കുകൾ സഹിതം ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊരു ആധികാരിക രേഖയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ രേഖ തീർച്ചയായും ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യും. കാര്യം എല്ലാം A to Z ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദളിത് സ്ത്രീകൾ നടത്തിയിട്ടുള്ള പോരാട്ടം 1930കളിൽ ആ ദളിത് സ്ത്രീകൾ നടത്തിയിട്ടുള്ള പോരാട്ടവും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. കാര്യം ദളിത് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ കഴിയില്ലായിരുന്നു. അവർക്ക് മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല.
അത് വ്യക്തമായി അതുമായി ബന്ധപ്പെട്ട് നടന്ന പോരാട്ടം സൂചിപ്പിക്കുന്നുണ്ട്. കല്ലും മാലയുമാണ് അവർ ധരിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടന്ന സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം, പെരിനാട് വിപ്ലവം. പെരിനാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ പെരിനാട് വിപ്ലവം അതിനെതിരായിട്ട് നടത്തിയ പോരാട്ടമാണ്. അങ്ങനെയാണ് പീരങ്കി മൈതാനത്ത് അന്നത്തെ NSSൻ്റെ പ്രസിഡന്റ് ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലും മാലയും പൊട്ടിച്ചെറിഞ്ഞത്. അപ്പം സ്ത്രീകൾ നടത്തിയിട്ടുള്ള, ദളിത് സ്ത്രീകൾ നടത്തിയിട്ടുള്ള പോരാട്ടം, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പോരാട്ടങ്ങളെല്ലാം വളരെ ലളിതമായ ഭാഷയിൽ വായിക്കും തോറും ജിജ്ഞാസ വർദ്ധിക്കാനും നമുക്ക് കൃത്യമായി ആധികാരികമായി അതെല്ലാം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ ഇന്നും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്. കാരണം ഇന്ന് നമ്മുടെ രാജ്യസഭയിൽ അംബേദ്കർ എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിരായി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അംബേദ്കറെ ആക്ഷേപിച്ചു. നിങ്ങൾ അംബേദ്കർ എന്ന് വിളിക്കാതെ ദൈവത്തെ വിളിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ഈ ഭരണഘടന എത്ര മെച്ചമാണെങ്കിലും ആ ഭരണഘടന ഉപയോഗിക്കുന്ന ആളുകൾ മോശമാണെങ്കിൽ ഭരണഘടനയും മോശമാവും. ഇനി ഭരണഘടന എത്ര മോശമാണെങ്കിലും ആ ഭരണഘടന ഉപയോഗിക്കുന്ന ആളുകൾ മെച്ചമായാൽ ഭരണഘടന മെച്ചമാകുമെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമാണത്. ഇന്ത്യൻ ഭരണഘടന ഇന്ന് മോശപ്പെട്ട ആളുകളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എഴുതി ചേർക്കപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടന തീർച്ചയായും ഓരോ പൗരനെ സംബന്ധിച്ച്, ദളിതർക്ക് മാത്രമല്ല എല്ലാ വിഭാഗം മനുഷ്യർക്കും, അതിൽ ജാതിമത ചിന്തകൾക്കപ്പുറം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി. ഇന്ന് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, ഇന്ന് ആ സാഹോദര്യം നഷ്ടപ്പെടുന്നു, ഇന്ന് സമത്വം ഇല്ലാതായി മാറുന്നു. പണക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു, പാവപ്പെട്ടവൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു, ദരിദ്രരായി മാറുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് 3 പേരാണ് ഭരിക്കുന്നത്, അനിൽ അംബാനിയും മുകേഷ് അംബാനിയും അദാനിയും. അവരുടെ കൈകളിലാണ് രാജ്യം. അവരുടെ കൈകളിലേക്ക് രാജ്യം പോയപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തള്ളപ്പെട്ടു പോകുന്നവർ അധസ്ഥിത വർഗ്ഗക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദളിതർ, ആദിവാസികൾ, അവരാണ് പിന്തള്ളപ്പെട്ടത്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കറുടെ പ്രസക്തി നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർ മോശപ്പെട്ട ആളുകളാണെങ്കിൽ ഭരണഘടനയും മോശമാകുമെന്ന് പറഞ്ഞത് വളരെ വ്യക്തമാണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യം കൊണ്ട് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ സമരഗാഥ എന്ന ഗ്രന്ഥം എല്ലാവരും വായിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആദ്യമേ അവൻ്റെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ എനിക്കും പറയാനുള്ളത്, ഇതൊരു നോവലോ സാഹിത്യമോ കഥയോ അല്ല. ഇത് ആധികാരികമായ ഒരു രേഖയാണ്. എല്ലാ ആധികാരികമായ സർക്കാരിൻ്റെ കയ്യിലുള്ള മുഴുവൻ ആധികാരിക രേഖയും പരിശോധിച്ച് ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ പോലെ എല്ലാം പരിശോധിച്ച് വളരെ നല്ല നിലയാണ് ഈ ഗ്രന്ഥം, ലളിതമായ ഭാഷയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലാണ് ഇത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗ്രന്ഥം തീർച്ചയായും നമുക്ക് എന്നും ഒരു കൈമുതലായിരിക്കും, സൂക്ഷിക്കാൻ പറ്റിയൊരു ഗ്രന്ഥമാണ്. നമുക്ക് രാമായണം പോലെ, ഭാഗവതം പോലെ, ബൈബിൾ പോലെ, ഖുർആൻ പോലെ ഓരോരുത്തരുടെയും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ആധികാരിക രേഖയാണ് ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ സമരഗാഥ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടിച്ചമർത്തപ്പെട്ടവരുടെ സമരഗാഥ എന്ന ഗ്രന്ഥത്തെ വളരെ ആധികാരികമായി ഇവിടെ ബഹുമാനായ ഡെപ്യൂട്ടി സ്പീക്കർ അവതരിപ്പിച്ചു. കൂടുതൽ
ആലോചനകളിലേക്കും കൂടുതൽ ചർച്ചകളിലേക്കും പോകാനുള്ള വഴിയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ തുറന്നിട്ടത്. നിശ്ചയമായിട്ടും ഇവിടെ എത്തിച്ചേർന്ന കുട്ടികൾക്ക് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് കുറേയേറെ നല്ല വെളിച്ചം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. അടുത്തതായി ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ജനറൽ മാനേജർ കൂടിയായ മലയാളത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ പ്രൊഫസർ എം ചന്ദ്രബാബുവാണ്. കേരളത്തിലെ എസ് എൻ കോളേജുകളിൽ ദീർഘകാലം അധ്യാപകനായി പ്രവർത്തിക്കുകയും ശൈക്ഷണിക രംഗത്ത് തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും നിരവധി ഗ്രന്ഥങ്ങളിലൂടെ മലയാള ഭാഷയെയും മലയാള വൈജ്ഞാനിക രംഗത്തെയും സമ്പുഷ്ടമാക്കുകയും ചെയ്ത ബഹുമാനനായ പ്രൊഫസർ എം ചന്ദ്രബാബുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ള അധ്യക്ഷൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, അടിച്ചമർത്തപ്പെട്ടവരുടെ സമരഗാഥ എന്ന് പറയുന്ന ഈ അസാധാരണമായ ഒരു ചെറിയ വലിയ ഗ്രന്ഥം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എപ്പോഴും ഈ ചെറുതിന് അതിൻ്റേതായ ഒരു സ്ഫോടനാത്മകതയുണ്ട്. നമുക്കറിയാം, ബഷീറിൻ്റെ എല്ലാ കൃതികളും വളരെ ചെറുതാണ്, പക്ഷേ അത് ഉണർത്തിവിട്ട ഒരു സാംസ്കാരിക മൂല്യവും ചിന്താ മൂല്യവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ചരിത്രത്തെയും നമ്മൾ ലളിതവൽക്കരിക്കുകയും ആ ചരിത്ര സമസ്യകളെ വളരെ ഗഹനമായി പറയുമ്പോൾ അതും ലളിതമാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് സഖാവ് സി ദിവാകരൻ, നമ്മുടെ സഖാവ് എന്ന പദം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ എല്ലാം ആരാധ്യനായ നേതാവാണ്. കേരളത്തിലെ ദീർഘകാലത്തെ ഇപ്പോൾ നവോത്ഥാനാനന്തര കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. പുരോഗമന നമ്മുടെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അതിനപ്പുറത്ത് വൈകുണ്ഠസ്വാമികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തു വെച്ച ഒരു സാംസ്കാരിക നവോത്ഥാന മൂല്യമുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക രംഗത്തെയല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ച ഒരു സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക പ്രവർത്തനമാണ്. ഈ സന്യാസിമാർ ചെയ്യുമ്പോഴും അതിനെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. അവർ അതിനകത്ത് വളരെ പ്രകടമായി അല്ലെങ്കിലും നമ്മുടെ സന്യാസിമാരെല്ലാം കൈകാര്യം ചെയ്ത് ഭൗതിക ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടിയാണ്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ആളുകൾ എല്ലാം പ്രവർത്തിച്ചത്. സമത്വത്തിൻ്റെ കൊടിയടയാളം ഉയർത്തിപ്പിടിച്ചവരാണ് ഈ സാംസ്കാരിക നവോത്ഥാന പ്രവർത്തകർ. അതിൻ്റെ പിന്നാലെ വന്ന ആളുകളാണ് സഖാവ് സി ദിവാകരൻ അവർകളെപ്പോലെയുള്ള പോരാളികൾ. കമ്മ്യൂണിസ്റ്റ് മാർക്സ് പറഞ്ഞ ആശയങ്ങളെ, കർഷക തൊഴിലാളികളെ, കയർ തൊഴിലാളികളെ, അതുപോലെ മറ്റ് മേഖലകളിൽ പെടുന്ന അടിസ്ഥാന വർഗത്തെ മുഴുവനും അവരുടെ സമത്വത്തിന് വേണ്ടി, ജീവിത സമത്വം ഒരു മേഖലയിൽ മാത്രമല്ല, സാംസ്കാരികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി, ഏതൊക്കെ ആത്മീയമായി പോലും ഒരു സമത്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വലിയ ഭാഗം ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതിന് അവർ ചെയ്ത ത്യാഗോജ്വലമായ ജീവിതം, എത്ര രക്തസാക്ഷികളെ അവർ നമ്മുടെ ഈ ദുഷ്ടശക്തികൾക്കെതിരെ നമുക്ക് ബലിയർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ ധീരസാഹസികമായ ഒരുപാട് സമര കഥകൾ. അപ്പോൾ ഈ സമരങ്ങളെല്ലാം അടിച്ചമർത്തപ്പെട്ടവൻ്റെ സമരങ്ങളാണ്. അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ അടിസ്ഥാന വർഗങ്ങളുടെ സംയോജനത്തിലൂടെയാണ് എല്ലാ സമരങ്ങളും. ഇല്ലാതെ മുഗൾ ചട്ടലിലെ സവർണാധിപത്യത്തിൻ്റെ ഒരു ഘോഷയാത്രയല്ല ഈ സമരങ്ങളൊന്നും. ഇതിനകത്ത് ബലി കൊടുത്ത ആളുകൾ, രക്തസാക്ഷികളായ ആളുകളൊക്കെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ്. അവർക്കോ അവരുടെ കുടുംബത്തിനോ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല, ഈ നാടിൻ്റെ ഒരു മോചനത്തിന് വേണ്ടിയും അവർ. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലും അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്. നേതൃത്വവും അണികളും ഒന്നുചേർന്നതുകൊണ്ട് പോരാടിയപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതുപോലെ അതിനുശേഷം ശക്തമായി വന്ന, സ്വാതന്ത്ര്യാനന്തരം ശക്തമായി വന്ന കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ആശയ സംഹിതകൾ അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വേണ്ടത്ര വിനിയോഗിച്ചു എന്നുള്ളതാണ് സത്യം. അതിന് അംബേദ്കർ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും ഇന്ത്യയുടെ അടിസ്ഥാന വർഗത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി. പക്ഷേ ഇത്രയധികം പ്രവർത്തിച്ച ഒരു ഇന്ത്യയിലാകെ പടർന്നു പിടിക്കുന്ന
ആശയ സംഹിതയെ പ്രചരിപ്പിച്ച ഒരാൾ ഇന്ത്യയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഒരുപക്ഷെ അംബേദ്കർ ഇതെല്ലാം ഈ പുസ്തകത്തിനകത്ത് ഉള്ളടക്കമാണ്. കാരണം ഒരു ഗവേഷകൻ്റെ, ഒരു വിപ്ലവ മനസ്സോടുകൂടിയ ആളിൻ്റെ അടിച്ചമർത്തപ്പെട്ടവരുടെ ആ ഗാഥ പറയുമ്പോൾ അതൊരു കവിത പോലെ ഇന്നലെ പ്രസംഗിച്ച ഈ മാസിൻ്റെ വാക്കുകൾക്ക് പോലും കാവ്യാത്മകതയുണ്ട്. അതുപോലെ ഇവിടെ ഈ അടിച്ചമർത്തപ്പെട്ടവൻ്റെ കഥ പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും തീക്ഷ്ണമായ ലളിതമായ ഒരു ശൈലി. കാരണം നമ്മൾ നാടൻ പാട്ട് ഇപ്പോൾ ലളിതമാണ്. ആ ലളിതമായ ഒരു സന്നിവേശത്തിലൂടെ നമുക്ക് നല്ല ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അതുപോലെ സി ദിവാകരൻ എന്ന് പറയുന്ന ഈ വിപ്ലവകാരി, അദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഒരുപക്ഷെ നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അവർ പറഞ്ഞതുപോലെ ഇത് ഈ സ്കൂളിൽ ഒരു പാഠപുസ്തകമാക്കേണ്ട ഒന്നാണ്. കാരണം ഇത് നമ്മുടെ പാഠപുസ്തകങ്ങൾ പോലും സവർണവൽക്കരിക്കപ്പെടുന്നു. അവിടെ എന്ത് പഠിപ്പിക്കണം എന്ന് ജാതി സംഘടനകൾ ആണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദുത്വവും അതിനപ്പുറത്തുള്ള ആളുകളും തീരുമാനിക്കുന്ന ഒരു കാലത്ത് ഇന്ന് നമ്മളെല്ലാം പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു? നമ്മുടെ നേതാക്കളുടെ, ഇന്ത്യ ഭരിക്കുന്ന ആളുകളുടെ ചിന്താഗതി എന്താണ്? അംബേദ്കറെയും ഗാന്ധിജിയെയും പോലും ഇപ്പോൾ ഗോൾവാർക്കറുടെ പേരിലൊക്കെ സർവകലാശാലകൾ വരുന്നു. പഴയ RSS നേതാക്കളുടെ പേരിൽ സർവകലാശാലകൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. കൊല്ലപ്പെട്ട ഗാന്ധിജി പിന്നോക്കം പോവുകയും കൊലയാളികൾ മുന്നോക്കം വരികയും ചെയ്യുന്ന ഒരു കാലത്ത് നമുക്ക് ഈ ഓർമ്മകൾ വളരെ കുറവാണ്. നമ്മൾ പലതും മറന്നു പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിപ്ലവകാരികൾ ഈ പുസ്തകം എഴുതുമ്പോൾ, അംബേദ്കറെ ചർച്ച ചെയ്യുമ്പോൾ, അതുപോലെ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ കഥകൾ വീണ്ടും വീണ്ടും സ്മരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു തീക്ഷ്ണമായ ഉത്തേജനമാണ്. അതൊരു ഓർമ്മ പുതുക്കലാണ്. ഇപ്പോഴത്തെ ഇവിടെ കുട്ടികളുണ്ടായിരുന്നു, ആ കുട്ടികൾ ഇപ്പോഴൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ മഹാഭാരതവും ഭഗവത്ഗീതയും പഠിക്കപ്പെടുന്ന ഒരു കാലത്തിലേക്ക്, അന്ധവിശ്വാസത്തിൻ്റെ ഒരു കാലത്തിലേക്ക് പിന്നോക്കം പോകുമ്പോൾ ഇവിടെ നടന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും നടത്തിയ ധീരമായ ഇടപെടലുകൾ അത് അറിയണമെങ്കിൽ ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ സമരഗാഥ പോലെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഇത് ലളിതമാണ്. അതുപോലെ ഒരു ബാലസാഹിത്യ കൃതി എന്ന വിശേഷണം പോലും നമുക്ക് കൊടുക്കാം. കാരണം ബാലസാഹിത്യ കൃതികൾ ലളിതമായ കൃതികളല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കൃതികളാണ് ഈ ബാലസാഹിത്യ കൃതികൾ. കൊച്ചുനാളിൽ അവർ പഠിക്കുന്നത്, അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ ചിന്തയിൽ ഇത്തരം വികാരങ്ങൾ, അംബേദ്കറെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച്, ഇവിടെ രക്തസാക്ഷികളായ ആളുകളെക്കുറിച്ച് ഒക്കെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ലോകം ഇതാണ് എന്നുള്ള ഒരു പുതിയ ചിന്താഗതി നമുക്കുണ്ടാവും. അതുകൊണ്ട് ഈ രംഗത്ത് ദീർഘകാലം 10-60ഓളം വർഷക്കാലം ഈ സമര നായകനായിരുന്ന, ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ച, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച, അതുപോലെ ആദിവാസി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ സി ദിവാകരൻ അവർ ഇത് എഴുതുമ്പോൾ അത് തീക്ഷ്ണമായ സമര പോരാട്ടങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലാവും. അതെല്ലാം വിശദമായി ഇവിടെ നമ്മുടെ ആരാധനായ ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. കാരണം അവരുടെ പ്രവർത്തന മേഖലകൾ, കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തന മേഖലകൾ എപ്പോഴും അധസ്ഥിതൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർ തർക്കുക എന്നുള്ളതല്ല, അവരോടൊപ്പം സമത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതിനുവേണ്ടി അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ട ഭരണഘടന പോലും ഇന്ന് അട്ടിമറിക്കപ്പെടുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ പുസ്തകം കൂടുതൽ ചർച്ച ചെയ്യണം, കൂടുതൽ വായിക്കപ്പെടണം. സി ദിവാകരനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ചിറ്റയം ഗോപകുമാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കറും ഈ തരത്തിലുള്ള ചിന്താഗതികൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ എഴുതണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. കാരണം അവരൊക്കെ എഴുതുമ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇനി അനുഭവമുള്ളവരുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അനുഭവ സമ്പന്നമായ ജീവിതങ്ങളുള്ള ആളുകൾ, ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, അവരത് എഴുതുമ്പോൾ അതിനകത്ത് ഒരു ജനത്തിൻ്റെ മൗലികത ഉണ്ടാവും, ജനത്തിൻ്റെ തീക്ഷ്ണമായ വികാരങ്ങൾ അതിനകത്തുണ്ടാവും. അത് വായിക്കുമ്പോൾ അവർ അനുഭവിച്ച ആ വൈകാരികമായ അനുഭവ സാക്ഷ്യം നമ്മുടെ മനസ്സിലേക്കും പകർന്നു കിട്ടും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും ഈ പുസ്തകം വായിക്കുകയും ഇവിടെ വള്ളിക്കാവ് മോഹൻദാസും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അവർകളും പറഞ്ഞ ഈ ആശയങ്ങൾ അത് എത്ര കണ്ട് ഈ പുസ്തകത്തിൽ സംയോജിക്കപ്പെടുന്നു എന്നുള്ളതും നമ്മുടെ ചിന്താ വിഷയമാണ്. ഈ പുസ്തകങ്ങൾ നമ്മുടെ സമൂഹത്തെ ഈ നമ്മുടെ വീണ്ടും ഇരുണ്ട യുഗത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ ഇത്തരം എഴുത്തുകാർ, വിപ്ലവകാരികൾ എഴുതുമ്പോൾ അത് കൂടുതൽ ബോധ്യമുണ്ടാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ പുസ്തകത്തെക്കുറിച്ച് അത് എഴുതിയ ആൾ എത്രയോ വർഷത്തെ ദീർഘമായ ഗവേഷണത്തിലൂടെയാണ് ഈ ഒരു ചെറിയ പുസ്തകം. അപ്പം ഒരു ചെറിയ പുസ്തകം എഴുതുമ്പോഴും അത് ആശയസമ്പന്നമാകണമെന്നും ചരിത്ര നീതിക്ക് ഉപലബ്ധമാകണമെന്നും കാലക്രമത്തിൻ്റെ ഒരു തിരസ്കാരമല്ല, അതിൻ്റെ ഒരു
ഒരു ഉന്മീലനമാണ് വേണ്ടത് എന്നും വളരെ നിഷ്ഠയോടുകൂടി എഴുതിയ ആളാണ് ശ്രീ ദിവാകരൻ അവർകൾ. അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര പുസ്തകം മലയാളത്തിൻ്റെ ഒരു സമരഗാഥയാണ്, ഒരു ചരിത്രഗാഥയാണ്, സാംസ്കാരികതയുടെ ഒരു മുന്നേറ്റമാണ്. അത് ഭാവിയിലേക്കുള്ള ഒരു നോക്കലാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മാർസിൻ്റെ ആ വാചകത്തിൻ്റെ പുനരാവിഷ്കാരമാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്നെക്കാളും ഈ രംഗത്ത് പരിചയസമ്പന്നനായ വിപ്ലവത്തിൻ്റെ നായകനായ ഈ ഗ്രന്ഥകാരൻ ഇവിടെ അവതരിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഈ പുസ്തകം വാങ്ങുക, വായിക്കുക. ഇപ്പോൾ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എല്ലാ സ്കൂളുകളിലേക്കും ഈ പുസ്തകം കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നിർത്തുന്നു. നമസ്കാരം. അടിച്ചമർത്തപ്പെട്ടവരുടെ സമരഗാഥ എന്ന പുസ്തകത്തെക്കുറിച്ച് 3 വർത്തമാനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ വർത്തമാനം കേട്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ആ പുസ്തകത്തെക്കുറിച്ച് പൊതുവായ ചില സങ്കല്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ ഈ പുസ്തകം രചിച്ച എഴുത്തുകാരൻ സ്വാഭാവികമായും ഈ പുസ്തകം രചിക്കുന്നതിന് പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം വ്യക്തിപരമായി അനുഭവിച്ച സങ്കടങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി എടുത്ത സ്ട്രെയിൻ, അതൊക്കെ പറയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ സി ദിവാകരൻ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഏതിലാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അമേരിക്കൻ യാത്രാവിവരണമുണ്ട്. സാധാരണ നമ്മൾ അമേരിക്കൻ യാത്രാവിവരണങ്ങൾ, ഞാൻ നിരവധി അമേരിക്കൻ യാത്രാവിവരണങ്ങൾ വായിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്വപ്നസന്നിഭമായ വലിയ വലിയ കെട്ടിടങ്ങൾ, അവിടുത്തെ സമ്പന്നതയുടെ ഒരു ആർഭാടം, ഇതൊക്കെയാണ് എല്ലാവരും രേഖപ്പെടുത്താൻ സാധ്യതയുള്ളത്. പക്ഷേ അദ്ദേഹം അമേരിക്കയെക്കുറിച്ച് എഴുതിയപ്പോൾ ആദ്യം അദ്ദേഹം ശ്രദ്ധിച്ചത് അവിടുത്തെ ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന സ്ഥലത്തെക്കുറിച്ചാണ് അദ്ദേഹം ആലോചിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സമീപനം. അതാണ് മറ്റ് ചില ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യം എപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടിയാണ്, മണ്ണിനുമായി ബന്ധമുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. വളരെ ആദരപൂർവ്വം ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ സമരഗാഥ എന്ന ഈ ഗ്രന്ഥം എഴുതിയ ബഹുമാനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, എഴുത്തുകാരൻ, പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹിതരെ, ഞാൻ ഈ ഹാളിൽ 15 വർഷക്കാലം ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി ഇരുന്ന ഒരു ഹാളാണിത്. ഞങ്ങളുടെ നിയമസഭ പാർലമെൻ്ററി പാർട്ടി കമ്മിറ്റി യോഗം കൂടുന്ന ഇവിടെയാണ്. ഞാൻ ആദ്യമായി തിരക്കുകൾക്കിടയിലും ഇത്രയേറെ സമയം ഞങ്ങളോട് സഹകരിച്ച നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാറിനോടുള്ള നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ഈ പുസ്തകം ഇവിടെ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഗോപകുമാർ തന്നെ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണമെന്ന്. അത് ഉചിതമായ തീരുമാനമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി. ഒരു വല്ലാത്ത വിഷയമാണ് ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കൈപൊള്ളുന്ന വിഷയമാണത്. ജാതി എന്ന് പറയുന്ന പിശാച് നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ജാതി ഉടുപ്പിട്ട ജാതിയാണത്. ഞാൻ പറയുന്നത് ഉടുപ്പിട്ട ജാതിയാണ്. അതിൻ്റെ നഗ്നമായ ജാതി ഓരോരുത്തരുടെ മനസ്സിനകത്തിരിക്കുകയാണ്. അത് വെളിച്ചാടുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. ഞാൻ ഡെപ്യൂട്ടി സ്പീക്കർ ഗോപനോട് പറയുകയാണ്, താങ്കളുടെ ഈ നിയമസഭ സെക്രട്ടേറിയറ്റ് മുതൽ പിണറായി വിജയൻ്റെ സെക്രട്ടേറിയറ്റ് വരെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ജാതി പതുങ്ങിയിരിക്കുകയാണ്. സമയം വരുമ്പോൾ അതിൻ്റെ ദുഷ്ടകളെല്ലാം വെളി വരും. ഇതുവരെ ആയിട്ട് നമുക്ക് ഈ ജാതി പൂർണ്ണമായി അതിൽ നമുക്ക് മോചനം നേടിയിട്ടില്ല. അംബേദ്കറും നാരായണ ഗുരു ഇല്ലെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? എത്ര ഭീകരമായ അന്ധകാരത്തിലായി പോകും നമ്മൾ. ഇപ്പോഴവരെ തന്നെ സംസ്കരിച്ചുകൊണ്ട് ജാതി പുതിയ രൂപത്തിൽ വരികയാണ്.
ഭരണഘടന വളരെ വിശിഷ്ടമാണ്, തർക്കമില്ല, വലിയ സംഭാവനയാണ് അംബേദ്കറുടെ. പക്ഷേ ഭരണഘടനയുടെ സത്ത എന്ന് പറയുന്നത് ജാതിയുടെ കേന്ദ്രം തന്നെയാണ്. അതിൽ പല വകുപ്പുകളും നമുക്ക് അനുകൂലമാണ്, പക്ഷേ അതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. കേരളം വളരെ ഏറെ മുന്നോട്ട് പോയി. എന്നാൽ ഇന്ത്യ മഹാരാജ്യം ഇന്നും ജാതിയുടെ പിടിയിൽപ്പെട്ട് അമർന്ന് കിടക്കുകയാണ്. നിങ്ങൾ ബീഹാറിൽ പോയാലും രാജസ്ഥാനിൽ പോയാലും ഒറീസയിൽ പോയാലും മധ്യപ്രദേശിൽ പോയാലും എവിടെ പോയാലും തമിഴ്നാട്ടിൽ പോയാലും എവിടെ പോയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഗ്രാമങ്ങളിൽ നിശബ്ദമായി ജാതി മനുഷ്യനെ വേട്ടയാടുകയാണ്. ആ വേട്ടയാടലിന് ഇരകളുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. വേട്ടയാടലിന് ഇരകളാണ്, ആ ഇരകളാണിത്, അവരുടെ നിലവിളികളാണ്. ആരെങ്കിലും കേട്ടു എങ്കിൽ അത് മാത്രം മതി എനിക്ക് ഈ പുസ്തകം എഴുതിയതിനുള്ള സംതൃപ്തി, പ്രതിഫലം അത് മാത്രം. ആരെങ്കിലും കേട്ടെങ്കിൽ, ഈ നിലവിളി ആരെങ്കിലും കേരളത്തിൽ കേട്ടെങ്കിൽ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇത് ഇന്ന് നാളെ കൊണ്ട് തീരാൻ പോകുന്നില്ല. ഇത് വീണ്ടും ഒരു വലിയ സമരഭൂമിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതിൻ്റെ ഒരു തുടക്കമെന്നുള്ള നിലയിൽ ചെറിയ ചെറിയ ലേഖനങ്ങൾ, ചർച്ചകളും എല്ലാം നടത്തുന്നത് നന്നായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഈ നിയമസഭാ പുസ്തകോത്സവത്തിലെ ഏറ്റവും തീഷ്ണമായ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ഈ ആളില്ല ഹാളിൽ ഞാനിപ്പോൾ അവതരിപ്പിച്ച ഏറ്റവും തീഷ്ണമായ ഒരു വിഷയം. ഇത് പ്രേമത്തിൻ്റെയും പ്രേമനൈരാശ്യത്തിൻ്റെയും കാര്യമല്ല, ഇത് നോവലല്ല, ഇത് കഥയല്ല, ചെറുകഥയല്ല. ഇത് പച്ചയായ മനുഷ്യൻ്റെ അപരിഷ്കൃതമായ നിലപാടുകളെ, അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, സമരങ്ങൾ, ആ സമരങ്ങളുടെ ഒരു ചെറിയ കഥയാണ് ഞാൻ പറഞ്ഞത്. ജീവിതം തന്നെ ഒരു വലിയ സമരമാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ സമരങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനെനിക്ക് രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു. കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, LDF ആയാലും ഇടതുപക്ഷമായാലും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ശബ്ദം കേട്ടാൽ ഞാൻ അവിടെ ഉണ്ടാവും. ആ അനുഭവം ഇനിയും അങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഒരിടത്ത് എത്തുന്നില്ല, നമ്മൾ എത്തിയതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും കേരള നിയമസഭയുടെ ഈ പരിശ്രമം വലിയ പരിശ്രമമാണ്. അത്ഭുതകരമായ ഒരു കാൽവയ്പ്പാണ്. ഞാൻ കഴിഞ്ഞ എവിടെയും പറഞ്ഞു, കഴിഞ്ഞ ആ സ്റ്റേജിൽ പറഞ്ഞു. അതിൽ ഷംസീറിനും ഗോപനും എല്ലാം വലിയ പങ്കുണ്ട്. ഇത് കുറച്ചുകൂടി വിപുലമാക്കി കൊണ്ടുപോകണം. അടിച്ചമർത്തപ്പെട്ടവരുടെ കഥ കേൾക്കാൻ ആളുകളെല്ലാം കൂടുന്ന സ്റ്റേജൊന്നും എനിക്ക് കിട്ടിയില്ല. അടച്ചുപൂട്ടിയ ഒരു ഇടത്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അടച്ചുപൂട്ടിയവരുടെ നിലവിളിയാണ്. അതുകൊണ്ട് അതെങ്കിലും തന്നല്ലോ, അതിന് കേരള നിയമസഭയോട് എനിക്ക് അങ്ങേയറ്റത്തെ നന്ദിയുണ്ട്. ഞാനിരുന്ന കാലത്ത് ഇത് നടത്താൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല, നടത്തിയില്ല. ഏതായാലും നമ്മുടെ നിയമസഭയുടെ ഈ ശ്രമത്തിനും ആ നിയമസഭയിലെ ജീവനക്കാരവരെല്ലാം എനിക്ക് 15 കൊല്ലമായിട്ട് അറിയുന്ന ജീവൻ, അവരെല്ലാം കഷ്ടപ്പെടുകയാണ് ഇവിടെ രാത്രിയും പകലും ഒക്കെ. ഫാക്ടറിയിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ സമയം ഫാക്ടറിയിൽ എൻ്റെ തൊഴിലാളികൾ വർക്ക് ചെയ്താൽ ഓവർ ടൈം കൊടുക്കാൻ പറയും. ഡബിൾ വേജസാണ്. 5 മണിക്കൂർ 8 മണിക്കൂർ കഴിഞ്ഞ് ജോലി ചെയ്താൽ ഡബിൾ വേജ് കൊടുത്തേ പറ്റൂ. നിങ്ങൾ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഡെപ്യൂട്ടി പറഞ്ഞത്. നമസ്കാരം എല്ലാവർക്കും. എല്ലാവരും പുസ്തകം വാങ്ങണം, വായിക്കാം.